തൊട്ടിലപ്പോ ഉറങ്ങി എണീറ്റാ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അറിയാണ്ടൊന്ന് ഉറങ്ങിപ്പോയി. കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയതാ, പക്ഷെ ഞാനും ഉറങ്ങിപ്പോയി. ആ, സുഖാണല്ലോ നിനക്കൊക്കെ. വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് കേറി അങ്ങ് കിടക്കാലോ. വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ വേറൊരാളുണ്ടല്ലോ ഇവിടെ അല്ലേ. കുഞ്ഞുറങ്ങുകയാണെന്ന് കരുതിയേ കൂടെ കേറി കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടാ. അമ്മ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വയ്യാത്തോണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാന്ന്. എന്ത് നിസ്സാരായിട്ടാണ് അവൾ ഉറങ്ങിയ കാര്യം പറയണത്. ഒരു അമ്മായിമ്മയുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യമാണിത്. അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കി തിരിച്ചാണോ? അമ്മ എന്നോ അമ്മായിമ്മ എന്നൊന്നും എനിക്കില്ല, പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ. ആ, പറയടി പറയ്. ഇത്ര ഉണ്ടല്ലോ നാക്കിന്റെ നീളം. ഒരു കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് പറയേണ്ട വർത്താനാണ് ഇതൊക്കെ. അമ്മ ഞാൻ ഈ വീട്ടിലെ മകന്റെ ഭാര്യയാണ്. 2 കൊല്ലമായി അമ്മയുടെ മകൻ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട്. എന്ത് പറയുമ്പോഴും അമ്മ ഈ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടത്തെയാണ്. അമ്മയുടെ മകന്റെ കുഞ്ഞിന്റെ അമ്മയും കൂടിയാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ച് സംസാരിച്ചാൽ കൊള്ളാം. ഒന്ന് പെറ്റെണീറ്റപ്പോഴേക്കും നീ നിവർന്ന് നിന്ന് എന്റെ നേരെ സംസാരിക്കാറൊക്കെ ആയോ? പണ്ടൊന്നും ഇങ്ങനെ മിണ്ടില്ലായിരുന്നല്ലോ. പ്രസവത്തിന് മുമ്പ് അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇനി എന്തായാലും അത് പ്രതീക്ഷിക്കണ്ട. പൊന്നോ, ഞാനൊന്നും പറയാൻ വരടില്ല. നിന്നോടൊന്നും പറഞ്ഞു ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഏത് നേരവും ക്ഷീണാണെന്നും പറഞ്ഞ് റൂമിൽ ഇങ്ങനെ കിടക്കണ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോയതാ. ഞാനും പ്രസവിച്ചിട്ടുള്ളതാണ്. ഞാൻ പ്രസവിച്ച് 4-ാം ദിവസം തൊട്ട് വീട്ടിലെ പണി ചെയ്യാൻ തുടങ്ങിയവളാണ്. എനിക്കറിയാം ഇതൊക്കെ. അമ്മയെപ്പോലെ അല്ലല്ലോ ഞാൻ. എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മയ്ക്ക് സുഖപ്രസവമായിരുന്നില്ലേ, അപ്പൊ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. സുഖപ്രസവം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നല്ലോണം നൊന്ത് വേദന എടുത്തിട്ടുള്ള ഒരു പെണ്ണ് അമ്മയാവണത്. നീ ഓപ്പറേഷൻ ചെയ്തവൾമാർക്കൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനസ്സിലാവത്തില്ലല്ലോ. അല്ല, അമ്മയ്ക്ക് അറിയാത്തതാണോ? അമ്മ അറിയാത്ത തൊട്ട് അഭിനയിക്കുവാണോ? എൻ്റെ കുഞ്ഞിനെ ഞാൻ 1.5 ദിവസം ഞാൻ പ്രസവിക്കാൻ വേണ്ടി കിടന്ന് വേദന സഹിച്ചു. എന്നിട്ട് അവസാനം എൻ്റെ ജീവൻ ആപത്താവുമെന്ന് കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് തന്നെയാണ് അത് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്ത്. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അമ്മേ? ഓ, ആര് കണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് നടന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തല്ലേ ഞങ്ങള് നിന്നത്. നീ അതിന്റെ ഉള്ളിൽ കിടന്ന് ചിലപ്പോ ഡോക്ടറോട് പറഞ്ഞു കാണും, ഡോക്ടറെ ഓപ്പറേഷൻ മതി, പ്രസവിക്കാൻ വയ്യാന്ന് പറഞ്ഞു കാണും. അതായിരിക്കും ഡോക്ടർ ഓപ്പറേഷൻ ആക്കിയത്. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മ ഇത്? ആ, നീ എന്നെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. ഒരു വയറ്റിൽ കിടന്ന കുഞ്ഞിനേക്കാൾ ക്ഷീണമാണ് ഈ ഓപ്പറേഷനിലൂടെ പ്രസവിച്ച നിനക്ക്. ഇതൊന്നും അത്ര നല്ലതല്ല. നീ ഇങ്ങനെ ഉറങ്ങിയും കിടന്നിട്ടാണ് നീ ഇങ്ങനെ വീർത്ത് വീർത്ത് ചക്കപ്പോത്ത് പോലെ ആവണത്. അമ്മ, കുഞ്ഞുണ്ടായിട്ട് 70 ദിവസമല്ലേ ആയുള്ളൂ. ക്ഷീണവും വയ്യായും എനിക്ക് നല്ലോണം ഉണ്ട്. ഒന്ന് വണ്ണം കുറയാൻ കുറച്ച് സമയം എടുക്കും. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. നിന്നെ ഇപ്പൊ തന്നെ കണ്ട 35-40 വയസ്സ് തോന്നിക്കും. എൻ്റെ മോൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളില്ലാത്ത അവസ്ഥയായി ഇപ്പൊ തന്നെ. എല്ലാ നേരവും തിന്നും, എന്നിട്ട് കിടക്കും, കടലങ്ങോട്ട് ഉറങ്ങും. പിന്നെ എങ്ങനെ വണ്ണം വെക്കാതിരിക്കും? ഒരു തീറ്റപ്രാന്ത്. നിന്റെ വയറ് തന്നെ ഇരിക്കട്ടെ നോക്ക്. 9-ാം മാസത്തിൽ നിനക്ക് എത്ര ഉണ്ടായിരുന്നോ വയറ്, അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. കുഞ്ഞ് അകത്തില്ലാതെ മാത്രമേ ഉള്ളൂ. കുഞ്ഞ് പുറത്ത് വന്നിട്ട് അതേ വയറും കൊണ്ട് നടക്കുകയാണ് അവള്. അമ്മ, എനിക്ക് കാലുവേദന നല്ല രീതിയിലുണ്ട്. അതൊന്ന് കുറഞ്ഞിട്ട് വേണം എനിക്ക് ഡയറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് വണ്ണം ഒന്ന് കുറയ്ക്കാൻ. കുറയുന്നൊന്നും എനിക്ക് തോന്നണില്ല. നല്ലോണം വീട്ടിലെ പണി ചെയ്തു നോക്കുക, അപ്പം നിന്റെ ഈ പൊണ്ണത്തടിയൊക്കെ നല്ലോണം കുറയും. പ്രസവിച്ച എല്ലാ പിള്ളികൾക്കൊന്നും വണ്ണമില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇരിക്കട്ടെ, പണ്ട് പ്രസവിച്ച് 4-ാം തൊക്കം തൊട്ട് ഞാൻ പണി എടുക്കാൻ തുടങ്ങി വീട്ടിലെ പണികൾ. അപ്പം തന്നെ എൻ്റെ പകുതി വണ്ണം പോയി. പിന്നെ ഉണ്ടായിരുന്ന വയറാണ്. നല്ല കോട്ടൺ സാരി എടുത്ത് അങ്ങോട്ട് വലിഞ്ഞ് മുറുക്കി കെട്ടി വയറൊക്കെ ഉള്ളിലോട്ടാണ് പോയത്. അങ്ങനെ അതൊക്കെ പണി ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര നന്നായിട്ടിരിക്കണത്. എന്നെ കണ്ടിട്ട് വല്ല കുഴപ്പമുണ്ടാ? അല്ല, ഇന്ന് നിന്റെ അമ്മ ഈ തുണി കെട്ടണ കാര്യമൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? സാധാരണ അമ്മമാർ ഇതൊക്കെ പറഞ്ഞു തരേണ്ടതാണല്ലോ. എൻ്റെ അമ്മ ഈ തുണി കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് തുണി കെട്ടാതിരുന്നത്. അങ്ങനെയൊന്നും വയറ് പറയത്തില്ല. പണ്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു പറഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് വരണേ. നിനക്ക് പിന്നെ എല്ലാം അറിയാമല്ലോ. പണ്ടുള്ളവർക്ക് എന്തായാലും ഇന്നത്തെ കാലത്തെ ആൾക്കാരെയൊക്കെ വിവരമുണ്ട്, ബോധമുണ്ട്. അന്ന് ഇഷ്ടം പോലെ മക്കളും ഉണ്ടായിരുന്നു, അതുങ്ങളെയൊക്കെ വളർത്തി പരിചയമുണ്ട്. നീ എന്താണ് ഈ കുഞ്ഞുണ്ടായിട്ട് നീ എന്തെങ്കിലും ആ കുഞ്ഞിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ആ കുഞ്ഞിൻ്റെ മോന്ത ഇരിക്കണം കാണണം. പിരികം എഴുതിയിട്ടില്ല, കണ്ണും എഴുതിയിട്ടില്ല. നീ ആളുകൾ എന്തോരം പേര് ആ കുഞ്ഞിനെ കാണാൻ വരുന്നതാണ്. ഒരു കുത്തെങ്കിലും നീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ മുഖത്ത്? കുത്തോ? എന്തിന്? കണ്ണ് കെട്ടാണ്ടിരിക്കാൻ പിന്നെ എന്തിനാണ്? എടി, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേപ്പം എൻ്റെ നാട്ടുകാരും ബന്ധുക്കളുമായിട്ട് എന്തോ എണ്ണങ്ങളാണ് ഈ വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ കാണാൻ വേണ്ടി. എല്ലാവരും കുഞ്ഞിനെ കണ്ടിട്ട് എന്താ വിട്ടാണ് പോണത്. ഇത്രയും നല്ല കുഞ്ഞാ എന്നും പറഞ്ഞ് കണ്ണ് വെച്ചിട്ടാണ് പോണത്. ഇതൊന്നും കൂടാണ്ട് നീ ഓരോ ദിവസം വാട്സാപ്പിൽ സ്റ്റാറ്റസും ഇടുന്നുണ്ട്. എത്ര ആൾക്കാരാണ് കുഞ്ഞിനെ കാണുന്നത്. കുഞ്ഞിന് കണ്ണ് കെട്ടില്ലേ? കുഞ്ഞിന് എന്തൊക്കെ ദോഷം ഉണ്ടെന്നറിയോ? ഇച്ചിരി കൺമഷി എടുത്തിട്ട് ആ പിരികത്തോ അല്ല ഇവിടെ എവിടെയോ
നെറ്റിയിലോ കവിളിലോ ഇട്ട് കൊടുത്താൽ കണ്ണ് കെട്ടില്ല. ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്, നീ ഇത് പറഞ്ഞ കേക്കില്ലല്ലോ. അമ്മ എന്ത് പൊട്ടത്തരം അമ്മ പറയണേ? വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കോ? കൺമഷി ഇട്ടെന്ന് വിചാരിച്ച് കണ്ണ് കെട്ടാതിരിക്കോ? കൺമഷി എന്താ തടഞ്ഞു നിർത്തുവോ? നീ വലിയ കളിയാക്കൊന്നും ചെയ്യണ്ട. ഒരു കുഞ്ഞിന് കൺമഷി കൊണ്ട് പല ഗുണങ്ങളുണ്ട്. നല്ല പുരുകം ഉണ്ടാവാൻ വേണ്ടി കൺമഷി കേൾക്കണം. നല്ല കണ്ണിന് വേണ്ടിയിട്ട് കൺമഷി ഇങ്ങനെ കണ്ണിന് പോയിട്ട് വാരി വാല് പോലെ എഴുതണം. കണ്ണ് കെട്ടാൻ വേണ്ടിക്ക് അല്ല, കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റിയിലും കവളിലും ഒക്കെ കൺമഷി കേൾക്കണം. അങ്ങനെ കൺമഷി വെച്ച് ഒരു കുഞ്ഞിന് എന്തോ ഒരു ഐശ്വര്യം ഉണ്ടാവും എന്നറിയോ? കൺമഷി ഇല്ലാന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഐശ്വര്യക്കേടും വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ കൺമഷി ഉണ്ടെന്നാണ് ഡോക്ടർ എന്നെ പറഞ്ഞിട്ടാണ് ഞാൻ തേക്കാതിരുന്നത്. ഈ കൺമഷിയിലെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ ശരീരത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും അത് ദോഷം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ ഇടാതിരുന്നത് കേട്ടോ. ആ, നിനക്ക് പിന്നെ എല്ലാം അറിയാലോ. പണ്ടുള്ളവർ പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുമില്ല, അവർക്കൊന്നും വിവരമില്ലാത്തവര്. അവള് പഠിപ്പിക്കാൻ വരും. നിന്റെ ഈ മോന്ത വെച്ച് എന്നെ നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോകും. എന്തായാലും എൻ്റെ സർവേശ്വരൻ പ്രാർത്ഥന കേട്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാണ് എൻ്റെ കൊച്ചുമോക്ക് നിന്റെ മോന്തയോ നിന്റെ രൂപമോ വരരുത്. നിന്നെ കാണുന്നതേ മടുപ്പാണ്. ഇനി ആ കൊച്ചു കുഞ്ഞിനും കൂടെ വരുന്നത് പ്രാർത്ഥിച്ചു. അതേപോലെ പ്രാർത്ഥന ദൈവം കേട്ട്. എൻ്റെ മോൻ്റെ മൂക്ക്, കണ്ണ്, നെറ്റി, ചുണ്ട് എല്ലാം എൻ്റെ മോൻ്റെയാണ്. എൻ്റെ കൊച്ചുമോക്ക് കിട്ടിയത്. ആ മുഖം അങ്ങോട്ട് വാർത്ത് വെച്ചിരിക്കണാണ് എൻ്റെ മോൻ്റെ. ആഹാ, അത് കൊള്ളാലോ. കുഞ്ഞുണ്ടായി അന്ന് തൊട്ട് വരുന്നവർ മുഴുവൻ പറയുന്നത് കുഞ്ഞ് എന്നെ പോലെ ഇരിക്കുകയാണ്, കുഞ്ഞിൻ്റെ അമ്മയെ പോലെ. ആ അമ്മയ്ക്ക് മാത്രം കുഞ്ഞ് അമ്മയുടെ മോനെ പോലെ ഇരിക്കുകയാണ് അല്ലേ? കൊള്ളാം. നിന്റെ പോലെയാ? എന്നാ പറഞ്ഞവർക്കൊന്നേ കണ്ണ് കാണില്ല. നേരെ ഒന്ന് നോക്കിയാ എന്താണ്ടല്ലോ, ഒറ്റ തോട്ടത്തിൽ നോക്കിയാൽ കുഞ്ഞിനെ കണ്ടാൽ പറയും എൻ്റെ മോനെ അങ്ങ് എടുത്ത് വെച്ചേക്ക്, ഇങ്ങനെ വരക്കില്ല, അതേ കൂട്ടാണ് കുഞ്ഞിനെ കണ്ട. അല്ലാണ്ട് നിന്റെ മോന്തയും ഈ രൂപവും വൃത്തികെട്ട വനകെട്ട പോലെ ഒന്നും എൻ്റെ കൊച്ചുമോക്ക് കിട്ടിയിട്ടില്ല. കുഞ്ഞിനെ കണ്ട എന്നെ പോലെ ഇരിക്കാൻ അമ്മയ്ക്ക് നല്ലോണം അറിയാം. പക്ഷെ അത് അമ്മ സമ്മതിച്ചു തരില്ല. 10 മാസം അതിനെ വയറ്റിൽ കൊണ്ട് നടന്ന് ഒരു പ്രസവത്തിൻ്റെ വേദന 1.5 ദിവസം സഹിച്ച്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ്റെ വേദന സഹിച്ച് കുഞ്ഞിന് ജന്മം നൽകാൻ അമ്മയായ ഞാൻ വേണം. പക്ഷെ അത് കഴിഞ്ഞ് ക്രെഡിറ്റ് മുഴുവൻ കുഞ്ഞിൻ്റെ അച്ഛൻ. കൊള്ളാം. അതിനിപ്പോൾ എന്താണ്? എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ കൊച്ചുമോക്ക് എൻ്റെ മോനെ പോലെ തന്നെ ഇരിക്കണം, അതിലൊരു കുഴപ്പമില്ല. ഇനി എൻ്റെ കൊച്ചുമോക്ക് നിൻ്റെ സ്വഭാവം കൂടെ കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രാർത്ഥന പൂർത്തിയായി എന്ന് തന്നെ പറഞ്ഞാൽ പറ്റി. ഇത് നന്നാവും തോന്നുന്നു.